Good, good evening. sir. Good evening, sir. Good evening, sir. Hello, good evening. Good evening, sir. Okay.
പാഠം ടെസ്റ്റിലുണ്ട്. മാഷിന്ന് പാടെടുക്കാൻ പോണ പാഠം ടെസ്റ്റിലുണ്ട്. ആ യെസ് ഉണ്ട്. അതെന്നാണ് ഞാനത് നോട്ട് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ. ഓക്കെ, കഴിഞ്ഞ ദിവസം സെക്കൻഡ് പാഠം കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ നോക്കിയോ, വായിച്ചു നോക്കിയോ? ഓക്കെ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ കുറച്ച് എടുക്കാനുണ്ട്. സോ ഒന്ന് നമുക്കത് എടുക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ എല്ലാവർക്കും? സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, എടുത്തതിന്റെ ബാക്കിയാണ് ഞാൻ എടുക്കാനുള്ളത്. വെയിറ്റ്. ഓക്കെ, സോ ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ എടുത്തത്, ഓക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്നലെ നമ്മൾ എടുത്തത് ഏത് ഡിസീസ് ആയിരുന്നു? ഇന്നലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റാറ്റ് ഫീവർ ആയിരുന്നു അല്ലേ? റാറ്റ് ഫീവർ ഏതായിരുന്നു? അതിന്റെ രോഗാണു എന്തായിരുന്നു? ലെപ്റ്റോസ്പൈറ, റൈറ്റ്. ആ ബാക്ടീരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏതായിരുന്നു? TB ആയിരുന്നു എടുത്തത്, ക്ഷയരോഗം. അതിന്റെ രോഗാണു എന്തായിരുന്നു? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, റൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഫ്തീരിയ ആയിരുന്നു. ഡിഫ്തീരിയയുടെ എന്തായിരുന്നു? കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. തൊണ്ടമുള്ളിന്റെ രോഗാണു കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞ രോഗാണുമായിരുന്നു. അതുപോലെ തന്നെ ഏത് വാക്സിനാണ് ക്ഷയരോഗത്തിന് നമ്മൾ എടുത്തിരുന്നത്? വെരി ഗുഡ്. BCG വാക്സിൻ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അടുത്ത നമ്മൾ വൈറൽ ഡിസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറൽ ഡിസീസിൽ നമ്മൾ നിപ്പയും അതുപോലെ തന്നെ ഫസ്റ്റ് നിപ്പയാണ് പറഞ്ഞത്. നിപ്പ എന്ന് പറയുന്ന അസുഖം ഏത് ജീവിയിൽ നിന്നാണ് പടർന്നു പിടിച്ചിരുന്നത്? വവ്വാലിൽ നിന്ന്. വവ്വാലിലാണ് ഈ നിപ്പ ഏത് വിഭാഗത്തിൽപ്പെട്ട രോഗാണുമാണ്? വൈറസ് ആണോ, ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ? ഓക്കെ വെരി ഗുഡ്. നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറൽ. ഓക്കെ വെരി ഗുഡ്. നിപ്പ വൈറസ്. അടുത്തത് എന്തായിരുന്നു? എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? യെസ് വെരി ഗുഡ്. സോ അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആയിരുന്നു എയ്ഡ്സിന്റെ ഫുൾ ഫോം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു ഡാഷ് ഡിസീസ് ആണ്. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഓക്കെ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ്. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേരാണ് എന്തായിരുന്നു? HIV വൈറസ്. ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ആണ്. റൈറ്റ്. ഓക്കെ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് എന്നാണ് പറഞ്ഞത്. അടുത്തത് ഏതൊക്കെ രീതിയിലൂടെയായിരുന്നു HIV പടർന്നു പിടിക്കുക? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ HIV പടർന്നു പിടിക്കും. പിന്നെ HIV affected mom to fetus. Yes, very good. So the HIV affected mom to fetus. And next one, HIV ബാധിച്ച അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരും. ഓക്കെ വെരി ഗുഡ്. HIV ബാധിച്ച HIV ഘടകമുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ. പിന്നെ ഏതൊക്കെയായിരുന്നു? ഓക്കെ ഇനഫ് എല്ലാം. ഇനി മതി. ഇനി മക്കളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, നല്ല കുട്ടികളായിട്ട് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ, സോ നമ്മള് എന്താണ് എന്താ പറഞ്ഞ കേക്കാല്ല?
ആ ചാറ്റ് ഞാൻ ഡിസേബിൾ ആക്കി വെച്ചതാണ്. ചാറ്റ് എന്തിനാ? ഓക്കെ, സോ നമ്മൾ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു HIV എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നുള്ളത്. സോ ത്രൂ സെക്ഷൽ കോണ്ടാക്ട്, അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതുപോലെ തന്നെ ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് വരുന്നുണ്ട്. പിന്നെ ബൈ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്, അതുപോലെ തന്നെ ത്രൂ ദ റിസപ്ഷൻ ഓഫ് blood and organs contaminated with HIV. So these are the different ways which the HIV virus that will transmit from infected person to other. ആൻഡ് മറ്റ് അതൊന്നും കൂടി കാണിച്ചിട്ടുണ്ട് ഇവിടെ. HIV യെസ്, അതിന്റെ മലയാളം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, അതുപോലെ തന്നെ HIV ബാധിച്ചുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അതുപോലെ തന്നെ HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെയും, പിന്നെ HIV അടങ്ങിയ രക്തവും മറ്റ് അവയവങ്ങളൊക്കെ സ്വീകരിക്കുന്നതിലൂടെ ഒക്കെ എന്ത് വരും? HIV വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ HIV ഏതിലൂടെയൊക്കെ വരില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിലൂടെയൊക്കെ വരുന്നില്ല? ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസ്. സ്പർശിക്കുന്നതിലൂടെയോ ഹസ്തദാനം ചെയ്യുന്നതിലൂടെയോ ചുമയ്ക്കുന്നതിലൂടെയോ തുമ്മുന്നതിലൂടെയോ ഒന്നും എന്ത് വരില്ല? HIV വരില്ല. അതുപോലെ തന്നെ ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ് ആൻഡ് ഹൗസ് ഫ്ലൈസ്, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ ഒന്നും HIV പടർന്നു പിടിക്കില്ല. പിന്നെ ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിംഗ് ഫുഡ്, ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കുവയ്ക്കുന്നതിലൂടെ ഒന്നും HIV വരില്ല. ആൻഡ് ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ്, ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയും HIV വരില്ല. പിന്നെ ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്, ഒരേ പോണ്ടിൽ കുളിക്കുന്നതിലൂടെയും എന്ത് വരില്ല? HIV വരില്ല. ചുരുക്കം പറഞ്ഞാൽ HIV ബാധിതരുമായിട്ട് നമുക്ക് ഇടപഴകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ അവരുമായിട്ട് ഡയറക്റ്റ് ബോഡി ഫ്ലൂയിഡ് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, HIV ബാധിച്ച ഒരു സുഹൃത്തുണ്ട്, അവരുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൽ ആ ബ്ലഡിൽ എന്തുണ്ടാവും? വൈറസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ പറ്റുമെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ട് പോയി ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കയ്യിൽ അറിയാത്ത മുറിവുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ആ ഫ്ലൂയിഡ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. അടുത്ത അസുഖം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്. കാണുന്നുണ്ടോ? ഓക്കെ, വെയിറ്റ്. ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ഗുഡ്. സോ യെസ്, സോ അവിടെ നോക്ക്. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നു. കരളിലുണ്ടാകുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. അതായത് നമ്മളെ കരളിലുണ്ടാകുന്ന വീക്കാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. ഇത് ശ്ലേഷ്മ സ്ഥലത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ എന്ത് ചെയ്യും? കടും മഞ്ഞ നിറം നൽകും. ഓക്കെ, ആ ഒരു മഞ്ഞ കളർ വരും, അതാണ് അതിന്റെ ബാഹ്യ ലക്ഷണം. സോ മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കും. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെയും ചില ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരാൻ ചാൻസ് ഉണ്ട്. അതായത് HIV ബാധിക്കുന്ന അതേ സാഹചര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് HIV സ്പ്രെഡ് ആവുന്നത് ആ രീതിയിലൊക്കെ ചില ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ എന്ത് ചെയ്യും? പകരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഹെപ്പറ്റൈറ്റിസ് ഈസ് എ ലിവർ ഡിസീസ്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹെപ്പറ്റൈറ്റിസ് ഏതിനെ ബാധിക്കുന്ന, ഏത് അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ്? ലിവറിനെ. ഓക്കെ, hepatitis is also hepatitis is also caused by virus. So hepatitis എന്താണ്? വൈറസ് കാരണം ഉണ്ടാവുന്ന ഡിസീസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഈസ് ഇറ്റ്സ് മേജർ സിംറ്റംസ്. സോ ലിവറിന് ഉണ്ടാക്കുന്ന ആ ഒരു വീക്കമാണ് ഇതിന്റെ മേജർ സിംറ്റം എന്ന് പറയുന്നത്. വെൻ ദ ഫ്ലോ ഓഫ് ബൈൽ സിക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് ബ്ലോക്ക്ഡ്. സോ അവിടെ ബൈൽ എന്ത് ചെയ്യാണ്? ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. അതായത് പിത്തരസം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് വഴി an increase in the level of bile in the pigment called bilirubin. എന്താണ് ബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ പിത്തരസം എന്ന് പറയും. പിത്തരസം അവിടെ ഉണ്ടാവുന്ന ബൈൽ ജ്യൂസോ? അതിന് പിത്തരസമാണത്. അതിന്റെ പിഗ്മെന്റിനെയാണ് നമ്മൾ ബിലിറൂബിൻ ആണ് അതിലുള്ള യെല്ലോ കളറിലുള്ള പിഗ്മെന്റ് നൽകുന്നത്. ഓക്കെ, ഓക്കെ, സോ ഇത് എന്ത് ചെയ്യും? ഈ ഒരു ബിലിറൂബിൻ, ആ ബിലിറൂബിൻ ആണ് നമ്മളുടെ കണ്ണിന് എന്ത് ചെയ്യുന്നത്? ഇവിടെ നോക്കൂ, ഇയാളെ കണ്ണ് നോക്കൂ, ഒരു യെല്ലോയിഷ് കളറില്ലേ? കണ്ടോ? ഒരു യെല്ലോ കളർ വരും. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ടും അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഹിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്
ദി സിംബ ഡാർക്ക് യെല്ലോ കളർ ടു ദ എന്താ അതിന്റെ വൈറ്റ് കളറും ബ്ലാക്ക് കളറും നമ്മളെ വൈറ്റ് ഭാഗത്തുള്ള അവിടെ ആണ് യെല്ലോ കളർ കാണുക കേട്ടോ. ഓക്കെ, സോ അവിടെ നോക്ക്, മ്യൂക്കസ് മെമ്പറൈൻ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐ ആൻഡ് ദ നെയിൽ, അതായത് മ്യൂക്കസ് മെമ്പറൈനിലും വൈറ്റ് പോർഷൻ ഓഫ് ദ ഐ ആൻഡ് ദ നെയിൽ, അതായത് നമ്മളെ കണ്ണിന്റെ വൈറ്റ് പോർഷനിലും അതുപോലെ തന്നെ നെയില് നെഗത്തിന്റെ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കണ്ണിന്റെ മാത്രമല്ല കേട്ടോ, നമ്മളെ നെഗത്തിന്റെ ഇവിടെയൊക്കെ കണ്ടോ, ഈ ഭാഗത്തൊക്കെ നെഗത്തിന്റെ ഈ ഭാഗത്തൊക്കെ എന്തായി മാറും, യെല്ലോയിഷ് കളർ വരും. ഓക്കെ, ആ നെഗത്തിന്റെ ആ ഉള്ളിലൊക്കെ യെല്ലോ കളർ വരും. ആൻഡ് യെസ്, ആൻഡ് ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയും അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണന്റ് ആൻഡ് എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യന്റിന്റെ രക്തത്തിലൂടെയും എക്സ്ക്രീറ്റ് വിസർജ്യ വസ്തുക്കളിലൂടെയൊക്കെ എന്തുണ്ട്, ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. സെർട്ടൻ ഹെപ്പറ്റൈറ്റിസ് ഡു ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ട്രാൻസ്മിഷൻ ഓഫ് HIV. സോ ചില ഹെപ്പറ്റൈറ്റിസ് HIV പടർന്നു പിടിക്കുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ രോഗത്തെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം. സോ വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവാം. അതില് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നോക്കൂ. ഇനി നെക്സ്റ്റ്, പലതരത്തിലുള്ള കേരളത്തിൽ ഒരുപാട് രോഗങ്ങൾ എന്തുണ്ട്, പടർന്നു പിടിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ്. കൊതുകുകൾ വഴിയാണ് ഈ രോഗങ്ങൾ പകരുന്നത്. ഇത്തരം രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതൽ. നമുക്കറിയാം, നമ്മളെ കേരളത്തിൽ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്നുണ്ട്. സോ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ ദാറ്റ് ആർ കോമൺ ഇൻ കേരള ആർ ഓൾസോ വൈറൽ ഡിസീസ്. ഇതും എന്താണ് വൈറൽ ഡിസീസ് ആണ്. ആൻഡ് ദീസ് ഡിസീസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മൊസ്കിറ്റോസിലൂടെയാണ് ദീസ് ഡിസീസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഡിസ്കസ് ദ പ്രിക്കോഷൻ ടു ബി ടേക്കൺ ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദിസ് ഡിസീസ്. ഈ അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ പറയും എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ ചിരട്ടയിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം കളഞ്ഞ്. ഓക്കെ, അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മളെ വീടും പരിസരവും ഒക്കെ ശുചീകരിച്ച് വെക്കുക അല്ലെ. നമ്മളെ വീടും ചുറ്റുപാടുകളൊക്കെ എന്ത് ചെയ്യുക, ശുചീകരിച്ച് വെക്കുക. സാറെ നോട്ട്സ് അയച്ചു. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, നോട്ട്സ് ഒക്കെ ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, എന്താണ് റെക്കോർഡിംഗ് ക്ലാസ്സസ് കിട്ടൂലേ? എനിക്ക് ക്ലിയർ ആയില്ലേ പറഞ്ഞത്, എന്താണ് ഇതിന്റെ റെക്കോർഡിംഗ് ക്ലാസ്സസ് കിട്ടൂലേ? ഇതിന്റെ ഉണ്ട്, ഞാൻ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്നേ, നെക്സ്റ്റ് അടുത്ത രോഗം കാണിക്കുന്നത് ഫംഗസ് രോഗമാണ്, ഫംഗൽ ഡിസീസ് ആണ്. അത് നമുക്ക് നോക്കാം എന്താന്നുള്ളത്. സോ അവിടെ നോക്ക്, ഫംഗസ് രോഗങ്ങൾ, പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയയും പറഞ്ഞു വൈറസും പറഞ്ഞു. ഈ ബാക്ടീരിയയിൽ നിന്നും വൈറസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരു സൂക്ഷ്മജീവി വിഭാഗത്തിൽ പെടുന്നതാണ്. പക്ഷെ ഈ ഫംഗസുകൾ പൊതുവെ നമ്മൾ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗത്തിലാണ് ഈ ഫംഗസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ബ്രെഡ് ഒക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ, നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നോക്ക്, ഈ ബ്രെഡ് ഒക്കെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ബ്രെഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, പൂപ്പൽ വരാൻ തുടങ്ങും ഇല്ലേ. ഈ ബ്രെഡ് ഒക്കെ പൂപ്പൽ പിടിച്ച് വരാൻ തുടങ്ങും. സോ ഇതിൽ ഈ പൂപ്പൽ, അതേപോലത്തെ ഈ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ എന്ന് പറയുന്നത്. ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കും. ചില ഫംഗസുകൾ എന്താണ്, രോഗകാരികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. ഇവ എന്ത് ചെയ്യും, ചില ടോക്സിനുകൾ, ചില വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള രോഗത്തിന് കാരണമായിട്ട് വരുന്നത്. സോ ഫംഗൽ ഡിസീസ്, ഫംഗൈ ആർ ദ വാരിയസ് ടൈപ്പ്, ഫംഗസ് ആർ ഓഫ് വാരിയസ് ടൈപ്പ്, സം ഫംഗൈ ആർ പാത്തോജനിക്. ചില ഫംഗസുകൾ എന്താണ്, പാത്തോജനിക് ആണ്, മീൻസ് രോഗകാരിയാണ്. ദ ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗൈ കോസസ് ഡിസീസ്. അതായത് ഈ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് എന്തിന് കാരണമാകുന്നത്, ഡിസീസിന് കാരണമാകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ താഴെ 2 ഡിസീസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ ഒരു വട്ടച്ചൊറി പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്, അതുപോലെ തന്നെ അത്ലറ്റ്സ്. ഓക്കെ, വട്ടച്ചൊറിക്ക് നമുക്ക് ഇംഗ്ലീഷിൽ പറയുക റിംഗ് ബൂം എന്നാണ് പറയുക, റിംഗ് ബൂം. അതുപോലെ തന്നെ അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറഞ്ഞ് റിംഗ് ബൂമും അത്ലറ്റ്സ് ഫൂട്ടും ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 2 ഡിസീസ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ കോമൺ ആയിട്ടൊക്കെ
കോമൺ ലെവലിൽ ചോദിക്കാവുന്ന ഈ അസുഖങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത അസുഖങ്ങളൊക്കെ തന്നെയാണ് കോമൺ ആയിട്ട് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത് പല എക്സാമുകൾ, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ. സോ ഇവിടെ റിംഗ് വൂം അഥവാ വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്ന ഈ 2 അസുഖങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അവിടെ ആരുടെ മൈക്ക് മ്യൂട്ട് അല്ലല്ലോ? ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് റിംഗ്, ഇവിടെ ചില ഇനം ഫംഗസുകൾ ത്വക്കിൽ ഉണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി. അതായത് ചില ഫംഗസുകൾ നമ്മളെ ത്വക്കിൽ ഉണ്ടാക്കുന്ന രോഗമാണ് എന്ത്, ഈ വട്ടച്ചൊറി എന്ന് പറയുന്നത് അഥവാ റിംഗ്. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. അതായത് വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുക, ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്പർശനത്തിലൂടെയും ഈ രോഗമുള്ള ആളുകൾക്കുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിലൂടെയൊക്കെ ഈ രോഗം പകരാനുള്ള ചാൻസ് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കാൽ വിരലുകളിലിടയിലും പാദങ്ങളിലിടയിലും ഫംഗസ്, കാൽ വിരലുകളിലും പാദങ്ങളിലൊക്കെ ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന്. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവരെ കാലിന്റെ അടിയിൽ കണ്ടോ ഈ സ്കിന്നൊക്കെ ആകെ ഇവിടെ ഉള്ള. ആരാ സംസാരിക്കുന്നത്? എന്താ പറഞ്ഞത് മോളെ? ആരാ പറഞ്ഞത്? ഇത് കാലിൽ മാത്രമേ വരുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എന്തുകൊണ്ടാണ് കാലിൽ വരുന്നത് എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു തരാം. സാധാരണ നമ്മൾ നടക്കുമ്പോ നമ്മൾ കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അല്ലേ? സാധാരണ നമ്മൾ നടക്കുമ്പോ കാൽ ഉപയോഗിച്ചാണ് നടക്കുന്നത്. നമുക്കറിയാം നമ്മൾ എപ്പോഴും കൈയും കാലുകളൊക്കെ വൃത്തിയായിട്ട് തേച്ചൊരച്ച് കഴുകണം എന്ന് പറയും. കാരണം നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിലൂടെ, ചളിയിലൂടെയും മണ്ണിലൂടെയൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ സൂക്ഷ്മജീവികളുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോയാലും, സ്കൂളിൽ പോയാലും വീട്ടിൽ പോയാലും, സ്കൂളിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മളുടെ കൈകാലുകളൊക്കെ നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളുടെ ശരീരം കഴുകി വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഈ കാലില് മാത്രമല്ല എവിടെ വേണമെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇത് കാലിലേ വരുള്ളൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ കൈയും ഒന്നും നമ്മൾ ചളിയിലൊന്നും കുത്തി നടക്കുന്നില്ല, നമ്മളെ കാല് കുത്തിയിട്ടാണ് നടക്കുന്നത്. സോ കാലിൽ വരാനാണ് സാധ്യത. വളരെ റെയർ ആയിട്ടൊക്കെയാണ് മറ്റു ഭാഗങ്ങളിൽ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വന്നിട്ട് റിപ്പോർട്ടില്ല. അധികം ഇത് കാലിലാണ് സംഭവം ഉണ്ടാവാറ്. അത്ലറ്റ്സ് ഫൂട്ട് എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. അതിന് പ്രധാനമായിട്ട് കാരണം ഈ ചളിയിലൂടെയും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലൂടെയൊക്കെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഈ ഫംഗസുകൾ നമ്മളെ കാലിൽ വരികയും അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണ്ട രീതിയിൽ നമ്മൾ ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, വ്യക്തി ശുചിത്വം പാലിച്ചിട്ടില്ലെങ്കിൽ എന്ത് വരും, ഈ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. ആദ്യം എന്ത് ചെയ്യും, ഇച്ചിങ് വരും. ഇനി അടുത്തത് വേറൊരു കാര്യം, ഈ ഫംഗസ് രോഗങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സിംറ്റം എന്ന് പറയും. എന്താണ്? ഓക്കെ, ഈ ഫംഗസ് രോഗങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫംഗസ് രോഗങ്ങൾ പ്രധാനമായിട്ടും അതിൽ കാണിക്കുന്ന ഒരു സിംറ്റം ഇച്ചിങ് ആണ്. അതായത് ഫംഗസ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രമ്യ, എനിക്ക് ഞാൻ ഈ പറയുന്നത് മറ്റുള്ള കുട്ടികൾക്ക് എന്റെ ഓഡിയോ ബ്രേക്ക് ആവുന്ന പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഓക്കെ മതി. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളോടും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആവില്ല. ഞാനിവിടെ വൈഫൈ കണക്ടിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് ഇവിടെ 5G ഫുൾ നെറ്റ്വർക്കാണ്, കേബിൾ കണക്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അവിടെ നെറ്റ്വർക്ക് പരിശോധിക്കുക. ഓക്കെ, നിങ്ങളുടെ അവിടെ ആ ഒരു ഏരിയയിൽ നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഫംഗസ് രോഗങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിൽ വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞു ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ വിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. അതായത് കാൽ വിരലിന്റെ ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ റിംഗ്വൂം. Ringworm is a skin disease caused by certain type of fungi, and the disease manifests as round. So here round red blisters on the skin. So അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
ചുവന്ന നിറത്തിലുള്ള തിണർപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിൽ ഇത് കാണപ്പെടുന്നത്. ആൻഡ് ദിസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട്. അതായത് പരസ്പര സ്പർശനത്തിലൂടെ കോണ്ടാക്റ്റിലൂടെ ഈ ഡിസീസ് എന്തുണ്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അത്ലറ്റ്സ് ഫുട്ട് ആണ്. സോ അത്ലറ്റ്സ് ഫുട്ട് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ വിച്ച് മാനിഫെസ്റ്റ് ഓൺ ദ സോൾ ഓഫ് ദ ഫുട്ട് ആൻഡ് ബിറ്റ്വീൻ ദ ടോസ്. അതായത് നമ്മളുടെ കാൽപാദത്തിലും കാൽവിരൽക്കിടയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ രോഗം, ഈ ഒരു ഫംഗസ് വന്ന് സ്പ്രെഡ് ആവുന്നത്. അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കാലി റാഷസ് ദാറ്റ് കോസസ് ഇച്ചിങ് ഈസ് ദ മേജർ സിംറ്റം. സോ ആ ഒരു ചൊറിച്ചിൽ വരുന്ന റെഡ് റാഷസ്, ചൊറിച്ചിൽ, ഇച്ചിങ് വരുന്നതൊക്കെയാണ് ഇതിന്റെ മേജർ സിംറ്റം എന്ന് പറയുന്നത്. പാത്തജൻ എൻറ്റേഴ്സ് ത്രൂ ദ ടോ വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. അതായത് മലിനമായിട്ടുള്ള ജലവും മണ്ണിലൊക്കെ സമ്പർക്കം വരുന്നത് വഴി, അതായത് നമുക്കറിയാം മഴക്കാലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ചും മലിനജലത്തിലൂടെയും മണ്ണിലൂടെയൊക്കെ നമ്മൾ ചവിട്ടി നീങ്ങും. അപ്പൊ ഈ കാൽവിരലിന്റെ ഇടയിൽ എന്ത് ചെയ്യും ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, നിരന്തരം നമ്മളുടെയൊക്കെ മേൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അസുഖമാവുന്നില്ല? അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചളി ചവിട്ടിയിട്ട് നമ്മൾ മാർക്കറ്റിലൂടെ മറ്റേ നമ്മുടെ ടൗണിലൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്കറിയാം മഴക്കാലം ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മഴക്കാലത്താണ് കൂടുതൽ രോഗങ്ങൾ സ്പ്രെഡ് ആവാനുള്ള സാധ്യത. കാരണം എല്ലായിടത്തും വെള്ളം വഴി എന്താണ് സ്പ്രെഡ് ആയിട്ട് ഈ അഴുക്ക് ചാലിന്ന് വെള്ളം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ആ വെള്ളം റോഡിന്റെ സൈഡിൽ ഒഴുകി വരുന്നുണ്ടാവും. അതിൽ നമ്മൾ ചളി ചവിട്ടി എന്തൊക്കെ നമ്മൾ ചെയ്താലും വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കാലുകള് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നല്ല വൃത്തിയിൽ തേച്ചൊരച്ച് കഴുകണം എന്ന് പറയും. അതിന് കാരണം വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ സോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ സോപ്പിൽ പല പരസ്യങ്ങളും കാണാം, ബ്യൂട്ടി കൂടും, സൗന്ദര്യം കൂടും, അതൊക്കെ വെറുതെയാണ്. പക്ഷെ സോപ്പിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോപ്പ് മറ്റ് ബോഡി വാഷുകളൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ ഇതിലുള്ള കണ്ടന്റ്, കെമിക്കൽ കണ്ടന്റ് നമ്മളുടെ രോഗാണുക്കളെ നശിപ്പിക്കാൻ എന്താണ് ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കൈകാലുകൾ വൃത്തിയാക്കുന്നതിലൂടെ നമുക്ക് എന്ത് വരില്ല, ഈ അസുഖങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഫംഗസ് ഡിസീസ്. ഇനി നിങ്ങൾ പറ, രണ്ട് ഫംഗസ് ഡിസീസ് ഏതൊക്കെയാണ്? റിംഗ് വൂമിന്റെ ഓക്കെ, റിംഗ് വൂമിന്റെ സിംറ്റം എന്താണ്? റിംഗ് വൂമിന്റെ സിംറ്റം എന്താണ്? ഓക്കെ, ഇച്ചിങ്. ആ ഓക്കെ, ഇനി നോക്കാം അടുത്തത് പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ബാക്ടീരിയ, പിന്നെ നമ്മൾ പഠിച്ചത് വൈറസ്, പിന്നെ നമ്മൾ പഠിച്ചത് ഫംഗസ്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഒരു സൂക്ഷ്മജീവി വിഭാഗത്തിൽ പെടുന്നതാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. ഓക്കെ, സോ പ്രോട്ടോസോവൽ രോഗത്തിന് ഉദാഹരണമാണ് എന്ത്? മലമ്പനി എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്ക്, രോഗകാരി. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ ഇതിന്റെ ആരോ നോക്ക്, ആരോ ഫോളോ ചെയ്യും. സോ ഇവിടെ രോഗകാരിയുടെ പേര് പ്ലാസ്മോഡിയം എന്നാണ് രോഗകാരിയുടെ പേര്. ഈ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയത്തിനെ വഹിച്ചു കൊണ്ടുവരുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എപ്പോഴും നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതുക് നശീകരണം, വെള്ളം കെട്ടി നിർത്തുന്നത് തടയണം, ഇങ്ങനെ ഒരുപാട് ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൊതുകുകൾ ഒരുപാട് പറന്നു പിടിക്കുന്നത് വഴി പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഹിയർ വാഹകരായിട്ട് വരുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന രോഗകാരിനെ വഹിച്ചു കൊണ്ടുവരുന്നത്. ആ വാഹകർ അനോഫിലസ് പെൺകൊതുകുകള് അതിന്റെ ആതിഥേയ ജീവി ആരാണ്? മനുഷ്യരാണ്. മനുഷ്യനിലേക്ക് വന്ന് ഈ രോഗാണു പ്രവേശിക്കും. സോ വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. ഓക്കെ, അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാം. സോ വിറയലോട് കൂടിയിട്ടുള്ള പനി വരാനുള്ള സാധ്യതയുണ്ട്, അമിതമായിട്ട് വിയർപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എന്താണ്? മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ അതിനനുബന്ധമായിട്ട് എന്ത് വരും? തലവേദന വരാനുള്ള സാധ്യതയുണ്ട്, ഛർദി വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ വയറിളക്കവും വിളർച്ചയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുണ്ട്? വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ പ്രോട്ടോസോവ ആർ യൂണിസെൽ. ഇത് 8ാം ക്ലാസ്സിലെ സിലബസ് ആണോ? 8ലെ സിലബസ് അല്ല. അതെന്താ അറിയോ, നിങ്ങളുടെ എക്സാമിന് വരുന്നത് നിങ്ങൾക്ക് പൊതുവെ ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ജനറൽ സയൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് വരുന്നത്. അതില് നമ്മളുടെ ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഒന്നുണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ നിൽക്കട്ടെ. നിങ്ങൾ എക്സാമിന് അതില് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പറഞ്ഞിട്ട് ടോപ്പിക് കാണാം.
കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചവ്യാധികളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ആ കമ്മ്യൂണിക്കബിൾ ഡിസീസിലും അതായത് ഈ അസുഖങ്ങളെ പറ്റിയിട്ടുള്ളതൊക്കെ അതിൽ മെൻഷൻ ചെയ്ത് കണ്ടു. അതുകൊണ്ടാണ് ഇത്. സോ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ അസുഖങ്ങളും അതിന്റെ രോഗകാരിയും രോഗാണു ഒക്കെ എന്തുണ്ട് നിങ്ങളുടെ സിലബസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ സാർ, ഞാൻ ചോദിക്കാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലായിരുന്നു, അതാ ചോദിച്ചത്. ഇല്ല Thank you. ടെക്സ്റ്റ് ബുക്ക് അല്ലല്ല, ഞാൻ നിങ്ങളുടെ സിലബസ് ഒന്നല്ല പഠിപ്പിക്കുന്നത്, ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വരും ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേ. സോ protozoa are unicellular eukaryotes and malaria is an example of a disease caused by protozoa. So protozoal disease എക്സാമ്പിൾ ഏതാണ്? മലേറിയ, റൈറ്റ്. മലേറിയ അഥവാ മലമ്പനിയാണ് പ്രോട്ടോസോവൽ ഡിസീസിന് എക്സാമ്പിൾ. സോ അവിടെ പാത്തോജൻ കൊടുത്തിട്ടുണ്ട്. പാത്തോജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. അതിന്റെ വെക്ടർ എന്താണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ആൻഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. ആൻഡ് ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ദ മലേറിയ. ആൻഡ് അതർ സിംറ്റംസ് ഇൻക്ലൂഡ്സ് ഹെഡേക്ക്, വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ ആൻഡ് അനീമിയ. സോ ദീസ് ആർ ദ അതർ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു പ്രോട്ടോസോവൽ ഡിസീസ് പഠിച്ചു. എന്താണ് പ്രോട്ടോസോവൽ ഡിസീസ്? എന്താണ് പറഞ്ഞേ? ഏതായിരുന്നു പ്രോട്ടോസോവൽ ഡിസീസ്? മലേറിയ. പ്രോട്ടോസോവൽ ഡിസീസ് എന്ന് പറയുന്നത് മലേറിയയാണ് അഥവാ മലമ്പനിയാണ് പ്രോട്ടോസോവൽ ഡിസീസിൽ വരുന്നത്. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ മലേറിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോട്ടോസോവൽ ഡിസീസ്. ഓക്കെ, മലമ്പനി എന്ന് പറയും. ഈ മലേറിയ പരത്തുന്ന കൊതുകിന്റെ പേരെന്താണ്? അനോഫിലസ്. ഓക്കെ, വെരി ഗുഡ്. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ മലേറിയ പരത്തുന്നത്. ഓക്കെ, അനോഫിലസ് പെൺകൊതുകുകൾ, റൈറ്റ്. സോ ഓക്കെ, സോ ഇതില് ഇത്തരം കാര്യങ്ങൾ. ഇതിന്റെ ഒരു ലക്ഷണം എന്താണ്? ഈ അസുഖത്തിന്റെ ലക്ഷണം എന്താ പറഞ്ഞ നമ്മള്? ഹൈ ഷിവറിംഗ് ആൻഡ് ഓക്കെ, ഇനഫ്. നെക്സ്റ്റ് അസുഖം അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വൂംസ് ആണ്. വൂംസ് ആസ് പാത്തോജൻ. വൂംസ് എന്ന് പറഞ്ഞാൽ വിരകളെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയ പഠിച്ചു, പിന്നെ നമ്മൾ വൈറസ് പഠിച്ചു, പിന്നെ നമ്മൾ ഫംഗസ് പഠിച്ചു, പിന്നെ നമ്മൾ പ്രോട്ടോസോവ പഠിച്ചു. അടുത്തത് മക്കളെല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ആ സൗണ്ട് നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കണേ, അവിടെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കോ. ഓക്കെ, സോ നമ്മള് നെക്സ്റ്റ് വരുന്നത് വൂംസ് ആണ്, അതായത് വിരകളിൽ പെട്ടതാ. വിരകളും രോഗകാരികൾ. ഓക്കെ, ഒന്ന് സൂം ചെയ്യട്ടെ, അത് കുറച്ച്. ഓക്കെ, സോ ഇവിടെ ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. അതായത് ഫൈലേറിയൽ വിരകൾ, ആ വിരയുടെ പേര് ഫൈലേറിയ എന്നാണ്. ആ ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലക്സ് കൊതുകുകളിൽ. എല്ലാവർക്കും ബ്രേക്കേജസ് വരുന്നുണ്ടോ? സൗണ്ട് ബ്രേക്ക് വരുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മക്കളെ, നിങ്ങളൊന്ന് നോക്ക്. ആക്ച്വലി ചില ആളുകൾക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളവിടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കണത്. നിങ്ങളൊന്ന് പൊസിഷൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി ഇരുന്ന് നോക്ക്, നെറ്റ്വർക്ക് കിട്ടുന്ന ഏരിയ ആണോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്റെ നെറ്റ്വർക്ക് ഇവിടെ ഫുൾ ആണ് കാണിക്കുന്നത്, ഇവിടെ ഇഷ്യൂ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ് സാർ. ഓക്കെ, സോ ഇവിടെ നോക്കി. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വിരകളാണ്, ഫൈലേറിയൽ വിരകൾ. സോ ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. സോ മലമ്പനി പകർത്തിയത് ഏത് കൊതുകായിരുന്നു? അനോഫിലസ് പെൺകൊതുകുകൾ. അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ ആയിരുന്നു മലേറിയ പരത്തിയതെങ്കിൽ ഫൈലേറിയൽ വൂംസ്, അതായത് മന്ത് രോഗം പരത്തുന്നത് ഏത് കൊതുകാണ്? ക്യൂലക്സ് കൊതുകുകളാണ് അല്ലേ? മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളിലാണ്. അപ്പൊ ഈ പേരുകളൊക്കെ പഠിക്കണം കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഈ കൊതുകിന്റെ പേരൊക്കെ.
അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പകർത്തുന്നതെങ്കിൽ ക്യൂലക്സ് കൊതുകുകളാണ് എന്ത് പരത്തുന്നത്, ഈ മന്ത് രോഗം പരത്തുന്നത്. ഓക്കെ, ക്യൂലക്സ് ഇതാ ഈ ആരോ നോക്ക്, ക്യൂലക്സ് എന്താണ്? സോ ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടും. അതായത് നമ്മളുടെ ലിംഫ് വാഹികൾ, ഈ ലിംഫിന്റെ ഒരു ഫ്ലോ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആ ലിംഫിന്റെ ഫ്ലോ നടക്കുന്ന ആ ഒരു ഭാഗത്ത് പോയിട്ട് ഈ വിരകൾ എന്ത് ചെയ്യും? ഈ ലിംഫ് എന്ന് പറയുന്നത് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട്, അതായത് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് പ്ലാസ്മയുണ്ട്, മറ്റു ബ്ലഡ് സെൽസ് ഉണ്ട്, അതായത് RBC, WBC, പ്ലേറ്റ്ലേറ്റ്സ്, അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലേറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെല്ലുകൾ നമ്മളുടെ ബ്ലഡിനുണ്ട്. ആ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ. ആ പ്ലാസ്മ ടിഷ്യൂ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. പിന്നെ ഈ രക്തം ഒഴുകുന്ന രക്തക്കുഴലുകൾ പോലെ നമ്മുടെ ശരീരത്തിൽ ലിംഫിന്റെ കുഴലുകളുണ്ട്, അതായത് ലിംഫ് നോഡ് എന്ന് പറയാം. ആ ലിംഫ് നോഡിലേക്ക് ഈ ഫ്ലൂയിഡ് പ്ലാസ്മയുടെ ഈ ഭാഗം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്തായി മാറും? അതിന് ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലിംഫ് വാഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, രക്തക്കുഴലിലൂടെ രക്തം ഒഴുകുന്നത് പോലെ നമ്മളെ ശരീരത്തിൽ ലിംഫ് ഒഴുകുന്നതിൽ കുറെ കുഴൽ സംവിധാനമുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളുടെ വീട്ടിലൊക്കെ വാട്ടർ കണക്ഷൻ പൈപ്പിലൂടെ ഒഴുകുമ്പോൾ ആ പൈപ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും വന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യോ? ഇല്ല. അതുപോലെ തന്നെ ലിംഫിലൂടെ ഈ ലിംഫിന്റെ ഫ്ലോ എന്ത് ചെയ്യും? ഈ വിരകൾ പോയിട്ട് ഈ ലിംഫ് ഫ്ലോ ചെയ്യുന്ന ഭാഗത്ത് ഈ വിരകൾ പോയിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് തങ്ങി നിൽക്കും. ആ വിരകൾ പോയിട്ട് അവിടെ തങ്ങി നിൽക്കുമ്പോൾ ലിംഫ് പിന്നെ എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. ലിംഫിന്റെ ആ ഒരു പ്രവാഹം, അതിന്റെ ഫ്ലോ എന്ത് ചെയ്യും? തടസ്സപ്പെടും. ലിംഫിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് നമ്മളെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കളൊക്കെ കയറുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ലിംഫിൽ വെച്ചിട്ട് അത് നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലിംഫ് ഉള്ളത്. ഇവിടെ നോക്കിനി, ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങും. ആ വീക്കാണ് ഇവിടെ കണ്ടില്ലേ, ഇയാളെ കാല് നോക്ക്, ഇങ്ങനെ വലുതായി വരും, കാല് വലുതായി വരുന്ന ഒരു അവസ്ഥയാണത്. മന്ത് രോഗമാണ്. എന്താണ് ഇത്? ഫുള്ള് ക്യൂർ ആയിട്ടുള്ളതായിട്ട് ഇതില്ല. ഇത് ഈ അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മാറാനൊക്കെ. ഓക്കെ, ഇത് എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം നമ്മളെ പഞ്ചായത്തുകളിലൊക്കെ നമ്മളെ പഞ്ചായത്തുകളിലൊക്കെ നിങ്ങൾക്കറിയാലോ മന്ത് നിവാരണ യജ്ഞം സംഘടിപ്പിക്കാണ്. നിങ്ങളൊക്കെ ഗുളിക കഴിച്ചിട്ടുണ്ടോ? മന്ത് ഗുളിക കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇതില്? ഇപ്പൊ സാധാരണ മന്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഞ്ചായത്തുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മന്ത് ഗുളിക ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? മന്ത് വരാതിരിക്കാൻ പഞ്ചായത്ത് സ്കൂളുകളിലും പഞ്ചായത്തുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ മന്ത് ഗുളിക. ചെറിയൊരു ഗുളികയാണ്, അത് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളെ ഓക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ അത്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ മന്ത് രോഗം അങ്ങനെ ഇല്ല. മറ്റേത് പണ്ടൊക്കെ കുറെ കാലം മുന്നൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ ഈ മന്ത് രോഗമുള്ള കുറെ ആളുകൾ ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഈ മന്ത് രോഗമൊന്നും അധികം കാണുന്നില്ല ഇവിടെ. ഓക്കെ, സോ നോക്കിനി ഇതിലേക്ക് വരാം. ഫൈലേറിയാസിസ് ഈസ് കോസ്ഡ് ബൈ ഫൈലേറിയൽ that are spread by Culex mosquitoes. So Culex mosquitoes ആണ് ഈ ഫൈലേറിയാസിസ് എന്ത് പറയുന്ന ഈ അസുഖം എന്ത് ചെയ്യുന്നത്? ഈ ഫൈലേറിയൽ വൂംസിനെ ക്യാരി ചെയ്തു പോകുന്ന ഏത് മൊസ്കിറ്റോ ആണ്? ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. The worms stay in the lymph duct. നമ്മളെ ലിംഫ് ഡക്റ്റിലാണ് ഈ വൂംസ് എന്ത് ചെയ്യുന്നത്? സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് obstruct the flow of lymph. ലിംഫിന്റെ ഒഴുക്ക് എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. by blocking the ducts. ഡക്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട്. and this causes swelling in the lymph duct. ഇതെന്ത് ചെയ്യും? ലിംഫ് ഡക്റ്റ് സ്വെല്ല് ചെയ്യുന്നതിന്, വീങ്ങി വരുന്നതിന് എന്ത് ചെയ്യും? കാരണമാവും. ഓക്കെ, സോ ഇതെന്ത് ചെയ്യും? നമ്മളുടെ ലിംഫ് ഡക്റ്റ് വീങ്ങി വരുന്നതിന് ഇത് കാരണമായിട്ട് വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്ക്. മലിനമാകുന്ന പരിസരം രോഗകാരികളുടെ പെരുകൽ കേന്ദ്രമാണ്. കൊതുക് ഈച്ച പോലുള്ള വാഹകരും പെരുകുന്നതോടെ സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയുണ്ടാവും. സോ ഇത്തരത്തിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പടരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഡ്രൈ ഡേ ആചരിക്കണം. എന്താണ് ഡ്രൈ ഡേ? ഓക്കെ, വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കും. നമ്മൾ ഡ്രൈ ഡേ എന്ന് പറഞ്ഞിട്ട് ആചരിക്കാറുണ്ട്. അതായത് നമ്മളെ വീടും ചുറ്റുപാടുകളൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ ഇത്ര നേരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബാക്ടീരിയ പഠിച്ചു, പിന്നെ നമ്മൾ വൈറസ് നോക്കി, പിന്നെ നമ്മൾ ഫംഗസ് നോക്കി. ബാക്ടീരിയ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? TB പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്യൂബർകുലോസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫ്തീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാറ്റ് ഫീവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈറസ് നോക്കി, നിപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയ്ഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈറൽ ഡിസീസ് കഴിഞ്ഞ് ഫംഗൽ ഡിസീസിലേക്ക് നോക്കി. എന്തൊക്കെയായിരുന്നു ഫംഗൽ ഡിസീസ്? റിംഗ് ബൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ലറ്റ്സ് ഫുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രോട്ടോസോവൽ ഡിസീസ് നോക്കി. പ്രോട്ടോസോവൽ ഡിസീസ് ഏതായിരുന്നു? മലേറിയ ആയിരുന്നു, അഥവാ മലമ്പനി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ എന്താണ് ലാസ്റ്റ് വൂംസ് നോക്കി. വൂംസില് മന്ത് രോഗം നോക്കി. ഓക്കെ, ഫൈലേറിയൽ വൂംസ് ഉണ്ടാക്കുന്ന മന്ത് രോഗം നമ്മൾ നോക്കി. അപ്പൊ ഈ രോഗങ്ങളൊക്കെ രോഗാണുക്കൾ പരത്തുന്ന അസുഖങ്ങളാണ്. ഇനി രോഗാണുക്കൾ ഇല്ലാതെ നമുക്ക് രോഗം വരുമോ? നിങ്ങൾ പറ. ഒരാളില്ല എന്ന് പറഞ്ഞു, ഒരാൾ വരും എന്ന് പറഞ്ഞു. ഓക്കെ, ആ വരും എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ഒന്ന് പറഞ്ഞേ? ഓയ്, ആരവിടെ? മൈക്ക് മ്യൂട്ടി. ഓക്കെ, സോ നോൺ പാത്തോജനിക് ഡിസീസ് അഥവാ രോഗാണുക്കൾ ഇല്ലാതെയും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കാൻ എന്തൊക്കെയാന്നുള്ളത്. സോ ഫോളോ മൈ പോയിന്റർ. യെസ്, ദ പോയിന്റർ ഈസ് ഹിയർ. സോ രോഗാണുബാധ മാത്രമാണോ എല്ലാ രോഗങ്ങൾക്കും കാരണം? മറ്റ് കാരണങ്ങൾ കൊണ്ടും രോഗങ്ങൾ ഉണ്ടാകുന്നില്ലേ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഉണ്ട്. കാരണം രോഗങ്ങളെ നമുക്ക് പലതരത്തില് ഇതല്ലാതെ വിളിക്കാം. ഒന്ന്, ജനിതകപരമായിട്ട് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തൊഴിൽ ജന്യമായിട്ട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് രോഗങ്ങൾ വരുന്നത് ജെനറ്റിക് ഡിസീസ് വരും. ജെനറ്റിക് ഡിസീസ് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട്, അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനും ഉണ്ടായിരുന്ന ഒരു അസുഖം മേ ബി നമുക്കും വരാനുള്ള സാധ്യത. അതിനെയാണ് നമ്മൾ ജെനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈലാണ്, ജീവിതശൈലി രോഗങ്ങൾ. സോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ അപര്യാപ്തത മൂലം, പോഷകങ്ങളുടെ കുറവ്, അതാണ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിലൂടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ന്യൂട്രീഷൻ വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒക്യുപേഷണൽ, തൊഴിൽ ജന്യമായിട്ട്, ഇപ്പൊ സാധാരണ പല തൊഴിലുകൾ റിലേറ്റഡ് ആയിട്ടും എന്ത് പറയാറുണ്ട്, ആളുകൾക്ക് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയാണ് അതിൽ പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ ജെനറ്റിക് ഡിസീസ് എന്ന് നോക്കാം. ഓക്കെ, ജനിതകപരമായിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ നോക്കാം. ഈ രണ്ട് രോഗങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമുക്ക് ജനിതക രോഗങ്ങൾ നോക്കാം. സാറേ അപ്പൊ ഈ വയറുവേദനയൊക്കെ ഈ എന്താണ് രോഗാണുക്കള് കാരണം ഉണ്ടാവണ? വൈറൽ ഫീവർ ഒക്കെ എന്താണ് രോഗാണുക്കൾ? ഫീവർ അല്ല, ഈ വയറുവേദന തലവേദനയൊക്കെ. വയറുവേദനയും തലവേദനയൊക്കെ പല കാരണമാണ്. ഈ വയറുവേദന എന്ന് പറഞ്ഞ സാധനം ഇല്ല ആക്ച്വലി. ഈ വയറ് വേദനിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് വയറ് വേദനിക്കും. ഫുഡ് പോയിസൺ ഉണ്ടാവുന്ന വയറ് വേദനിക്കും. അതായത് ഈ വയറ് വേദന മീൻസ് അതൊരു പെർട്ടിക്കുലർ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. പലതരത്തിൽ എന്ത് വരും? വയറുവേദന വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഭക്ഷണത്തിൽ ഫുഡ് പോയിസണിങ് ഒക്കെ കാരണം. അതുപോലെ തന്നെ ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മൈഗ്രെയിന്റെ തലവേദന വരും, പ്രഷർ വാരിയേഷൻ വരുമ്പോൾ തലവേദന വരും, സ്ട്രെസ് വരുമ്പോൾ തലവേദന വരും, ജലദോഷം വരുമ്പോൾ കോൾഡ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തലവേദനിക്കാറുണ്ട്. അങ്ങനെ പല റീസൺസ് ആണത്. ഓക്കെ, അതായത് രോഗാണുക്കളിലൂടെയും വരും, അല്ലാതെയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ജനറ്റിക് രോഗങ്ങളാണ്, ജനിതക രോഗങ്ങൾ നോക്കാം. ഈ പോയിന്റർ ഫോളോ ചെയ്യൂ. ജനിതക രോഗം കോശപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവയാണ് ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം. സോ ജെനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്, ജെനറ്റിക് ഡിസീസ് ആർ കോസ്ഡ് ബൈ ഡിഫക്ട്സ് ഇൻ ദ ജീൻ ദാറ്റ് കൺട്രോൾ ദ സെല്ലുലാർ ആക്ടിവിറ്റി. സോ നമ്മളുടെ കോശപ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ജീനിന്റെ അതിന്റെ സെല്ലുലാർ ആക്ടിവിറ്റീസിലൊക്കെ എന്താണ് മാറ്റം വരുന്ന ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ദാറ്റ് ആർ സം എക്സാമ്പിൾസ് ഫോർ ദ ജെനറ്റിക് ഡിസീസ്. So here these are the examples of genetic disease.
ഫസ്റ്റ് വൺ ഹീമോഫീലിയയാണ്. എന്താണ് ഹീമോഫീലിയ എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ മേലൊക്കെ മുറി ഉണ്ടാവാറില്ലേ? കയ്യുമേയും കാലുമൊക്കെ മുറി ഉണ്ടാവലില്ലേ? Yes. മുറി ഉണ്ടാവലുണ്ട്. സോ ഈ മുറി ഉണ്ടായി കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കുക നിങ്ങൾ പറ. ആദ്യം ബ്ലഡ് വരും, പിന്നെ എന്താ നീറ്റ് സംഭവിക്കുക? മുറി ഉണങ്ങും. ക്ലോട്ട് ആവും. രക്തം കട്ട പിടിച്ച് എന്ത് ചെയ്യും? ഓക്കെ ഓക്കെ മുറി ഓക്കെ ഇനഫ് ഇനഫ് ഉണങ്ങും. ഇനഫ് മതി മതി മതി. സോ നമ്മളെ ശരീരത്തില് രക്തം വന്ന് അതായത് നമ്മളെ ശരീരത്തിലേക്ക് രക്തം വരും. മുറിവായി കഴിഞ്ഞാൽ നമുക്കറിയാം രക്തം പോകും. കുറച്ചു നേരം കഴിഞ്ഞ് ഈ രക്തം തന്നെ കട്ട പിടിക്കും. ഇനിയിപ്പോ നിങ്ങൾ എന്ത് മരുന്ന് വെച്ചില്ലെങ്കിലും എന്ത് തുണി എടുത്ത് കെട്ടിയില്ലെങ്കിലും ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യും, ഇല്ലേ? ഇപ്പൊ നമ്മളൊരു സൂചിപ്പിന്നോണ്ട് കൈയൊന്ന് കുത്തി ഒരു തുള്ളി ചോര പുറത്തേക്ക് വന്നത് അപ്പൊ തന്നെ 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? വിരല് നിൽക്കും, ഇല്ലേ? കുറച്ച് വലിയ മുറിവാണെങ്കിൽ കുറച്ച് ടൈം, പക്ഷെ വലിയ മുറിവാണെങ്കിൽ അത് നിൽക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വലിയ മുറിവ് ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യും? സ്റ്റിച്ച് ചെയ്യും. ആ മുറിവ് തുന്നിക്കെട്ടുക എന്ന് പറയും. ഓക്കെ. സോ അതായത് നമ്മളുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത് ആ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. അത്രേ ഉള്ളൂ അസുഖം. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ യൂണിഫോം ഇടുമ്പോഴോ ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഇല്ലേ? ഈ സേഫ്റ്റി പിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സേഫ്റ്റി പിന്ന് നിങ്ങളെ കയ്യിൽ കൊണ്ടുമ്പോൾ ഒരു ബ്ലഡ് ഒരു മുറിവ് വന്നു. ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു സേഫ്റ്റി പിന്ന് നമ്മളെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മുറിവും അതിന്ന് വരുന്ന ബ്ലഡും എത്രയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒരു ഡ്രോപ്പ് പോലും വരില്ല, ഒരു ചെറിയൊരു ബ്ലഡേ വരുള്ളൂ, അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ബ്ലഡ് വരുന്നത് നിൽക്കാത്തൊരവസ്ഥ. അതായത് ഒരു സൂചിപ്പിന് കൊണ്ടു, സൂചി കൊണ്ട് ആ മുറിവിലൂടെ രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കട്ട പിടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും ആ മുറിവിലൂടെ ഒറ്റി 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 എന്ത് ചെയ്യും? പോവും. അങ്ങനെ ശരിക്കാണ് പോകുന്നില്ല, പക്ഷെ ഹീമോഫീലിയ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യും? അത് സംഭവിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹീമോഫീലിയ. സാറേ, അപ്പൊ ബ്ലഡ് റീജനറേറ്റ് ചെയ്യൂലേ? ബ്ലഡ് റീജനറേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും, മനസ്സിലായോ? അതിന്റെ ഉള്ളിൽ രക്തം ലോസ് ആയിട്ട് ആള് തട്ടിപ്പോയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? അതായത് ഈ രക്തം ബ്ലഡ് റീജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല, നമ്മളൊക്കെ എന്ത് ചെയ്യും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറുണ്ട്. സോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡ് ഒരു എമൗണ്ട് ബ്ലഡ് അവർ എടുക്കുള്ളൂ. നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ ഫുള്ള് ബ്ലഡ് ഒന്നും എടുക്കില്ല. ഒരു ഇത്ര ലിമിറ്റഡ് എമൗണ്ട് ബ്ലഡ് അവർ എടുത്തു കഴിഞ്ഞ് നമുക്കൊരു ജ്യൂസൊക്കെ തന്ന് നമ്മളെ വിടും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെയൊക്കെ മാക്സിമം ഒരു 1 വീക്കിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ആ ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡിയിൽ രണ്ടാമത്. ആക്ച്വലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണത്. നിങ്ങൾക്ക് ഇപ്പം പറ്റില്ല, നിങ്ങൾ എല്ലാവരും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, രക്തദാനം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ മുറിവിലൂടെ രക്തം ഇങ്ങനെ ഒറ്റി 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 പോയി കഴിഞ്ഞാൽ അധിക സമയമൊന്നും വേണ്ട, നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ രക്തം എന്ത് ചെയ്യാൻ? ഒറ്റിപ്പോകും. അപ്പൊ നിങ്ങൾ തന്നെ നോക്ക്, നിങ്ങളെ ടാപ്പിൽ ഒരു വെള്ളത്തുള്ളി പൈപ്പ് ഇങ്ങനെ ഒറ്റി ഒറ്റി പോകുന്ന ഒരു വെള്ളം ഒരു രാവിലെ മുതൽ ഒറ്റി കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് ഒരു 2-3 ബക്കറ്റ് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അത്ര വെള്ളം അതിലൂടെ പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഹീമോഫീലിയ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായാൽ എന്ത് സംഭവിക്കും? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? ഈ രോഗാവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും എന്ത് ചെയ്യും? അമിതമായിട്ട് ഈ രക്തം നമുക്ക് ലോസ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ. ഇതൊരു ജനിതകപരമായ രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്ന ചില പ്രോട്ടീനുകൾ കാരണമാണ്. ആ പ്രോട്ടീനുകൾ എന്ത് ചെയ്യും? അഡീഷണലി ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടാണ് തൽക്കാലം ഇതിന്ന് രക്ഷപ്പെടുക. അപ്പൊ ഒരു മുറിവുണ്ടായി, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഒരു ഹീമോഫീലിയ ഉള്ള ഒരാൾക്ക് മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഒരു ചികിത്സ എന്ന്? ചികിത്സ എന്ന് പറഞ്ഞാൽ തൽക്കാലം ആ മുറിവ് ഉണ്ടാകുമ്പോൾ ആ ഒരു രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീൻ ഏതാണോ അത് വേറെ കുറെ പേരുകളൊക്കെയാണ്, അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ത്രോംബിൻ, പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ ഫൈബേഴ്സ് ഫോം ചെയ്ത് അങ്ങനെ അതിന്റെ കുറെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ എന്ത് ചെയ്യും? എക്സ്ട്രാ അവിടെ കുത്തിവെപ്പ് ചെയ്യും. ഓക്കെ. സോ അതാണ് പറയുന്നത് blood clot with the help of some protein present in the blood plasma. Okay. What will happen when the gene that control the protein synthesis become defective? Discuss here. So the hemophilia is the condition in which excess blood is
lost even through a minor wound. So excess blood is lost even through a minor wound. ഒരു ചെറിയ മൈനർ വൂണ്ടിലൂടെയും ഒരുപാട് എക്സസ് ബ്ലഡ് ലോസ് ആവുന്ന ഒരു അവസ്ഥയാണ്. As hemophilia is a genetic disease, a complete cure is not possible. ഒരു കംപ്ലീറ്റ് ക്യൂർ എന്തല്ല, പോസിബിൾ അല്ല. At present, temporary relief is brought in by identifying and injecting the deficient protein. So അതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഏതാണെങ്കിൽ ആ പ്രോട്ടീൻ അവിടെ കുത്തിവെച്ചിട്ട് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പറ, ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ജനറ്റിക് ഡിസീസ് ആണ് അല്ലേ? എന്താണ് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം? പറഞ്ഞേ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. ഓക്കെ. സോ ഈ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയിൽ നമ്മൾ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് രക്ഷപ്പെടുക? താൽക്കാലികമായിട്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഓക്കെ, വെരി ഗുഡ്. താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിച്ചു കഴിഞ്ഞാല് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കല്ല, ആ പ്രോട്ടീൻ എന്ത് ചെയ്യുക, അവിടെ ഇഞ്ചെക്ട് ചെയ്യുക. ആ രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യുക, അവിടെ ഇഞ്ചെക്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ഒരു ജനറ്റിക് ഡിസീസും കൂടി പഠിക്കാനുണ്ട്. അതാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഇവിടെ നോക്കാം എന്താണ്. സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം എന്നാണ് ഈ രോഗത്തിന് പറയുന്നത്. ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. തൽഫലമായി ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യും. സിക്കിൾ സെൽ അനീമിയ രോഗികളിലെ അരുണ രക്താണുക്കൾക്ക് സംഭവിക്കുന്ന മാറ്റം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്ക്, അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം. സോ അരുണ രക്താണു ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. തൽഫലമായിട്ട് എന്താ സംഭവിക്കുക, അരുണ രക്താണുക്കൾ അരിവാള് പോലെ വളയും. ഈ അരുണ രക്താണുക്കൾ എന്തായും ഒരു സിക്കിൾ പോലെ ബെൻഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ. സോ അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടും. അപ്പൊ നമുക്ക് സിംപിളി നമുക്ക് പറയാൻ പറ്റും എന്താണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് നമ്മളുടെ അരുണ രക്താണുക്കള് സിക്കിൾ പറഞ്ഞ അരിവാള്, അരുണ രക്താണുക്കള് അരിവാള് പോലെ വളയും. അത് വളയുന്ന ഒരു അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയും. അതുപോലെ തന്നെ ഈ അരിവാൾ രൂപത്തിലായിട്ടുള്ള ഈ കോശങ്ങൾ പോയിട്ട് ഇവിടെ കണ്ടില്ലേ, ഏതെങ്കിലുമൊക്കെ ബ്ലഡിന്റെ വെസലിൽ പോയിട്ട് എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ആയി നിന്ന് അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടും. ഓക്കെ, ആ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. സോ ഹിയർ the defect in gene may also causes deformities in the sequencing of amino acid which are building block of hemoglobin. So ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് കാരണമാകുന്ന ഈ ഒരു അമിനോ ആസിഡുകളുടെ വിന്യാസത്തിൽ മാറ്റം ഉണ്ടാവും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് the structure of hemoglobin changes. So ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യും, മാറും, അത് ചേഞ്ച് ചെയ്യും. And this in turn decrease its oxygen carrying capacity. അതിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ. സോ അതിന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് occur in the structure of hemoglobin in red blood cells. RBCയിലുള്ള ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, RBCയിലുള്ള ഹീമോഗ്ലോബിന്റെ ആ ഒരു അളവ് എന്ത് ചെയ്യാണ്, ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം സംഭവിക്കും. ആൻഡ് RBC ബെൻഡ് ലൈക്ക് എ സിക്കിൾ. RBC എന്തായിട്ട് ഒരു സിക്കിൾ പോലെ അത് ബെൻഡ് ആവാൻ തുടങ്ങും. ഒരു അരിവാൾ പോലെ RBC വളയുന്നതിന് കാരണമാവും. ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് RBC ഡിക്രീസസ്. സോ ഈ ഓക്സിജൻ ക്യാരിയിങ് RBCയുടെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും, കുറയും. അതുപോലെ തന്നെ ദ സിക്കിൾ ഷേപ്ഡ് RBC ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽ. എന്താണ് സിക്കിൾ സെൽ പറഞ്ഞുതരാൻ പറ്റുമോ? സിക്കിൾ സെല്ല് പറഞ്ഞുതരുമോ? പറഞ്ഞുതരാം. ഓക്കെ, അതന്നെ ഞാൻ പറയുന്നത്. അതായത് ഈ സംഭവം എന്താ അറിയോ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മൾ അരുണ രക്താണു എന്താ അറിയില്ല, എന്താണ് അരുണ രക്താണു, എന്താ RBC റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസ്. ഈ അരുണ രക്താണുവിന്റെ ഹീമോഗ്ലോബിൻ, അതിൻ്റെ ഉള്ളിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റം വരും. ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോൾ ഈ അരുണ രക്താണുക്കള് സിക്കിള് പോലെ ബെൻഡ് ആവും. എങ്ങനെ സിക്കിള് പോലെ ബെൻഡ് ആവും, അത് അവിടെ കൊടുത്തിട്ടുള്ളത്. ചേഞ്ചസ് occur in the structure of hemoglobin in red blood cells. It may lead to the button like structure ആയിട്ടുള്ള RBC എന്തിലേക്ക് മാറ്റും, it may causes for a shape change here. So that red blood cells bend like sickle.
സോ ഒരു സിക്കിൾ പോലെ ഇത് എന്താവാൻ തുടങ്ങും, ഈ RBC ബെൻഡ് ആവും. ആൻഡ് ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് RBC ഡിക്രീസ്. അതായത് ഈ RBCയുടെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി കുറയുന്നതിന് കാരണമാവും. അതുപോലെ തന്നെ അരിവാൾ രൂപത്തിലായിട്ടുള്ള ഈ രക്തകോശങ്ങൾ എന്ത് ചെയ്യും, രക്തക്കുഴലുകളിൽ തങ്ങി നിന്നിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടും. അതായത് ഈ അരിവാൾ രൂപത്തിലായിട്ട് ഈ രക്തകോശങ്ങൾ രക്തക്കുഴലിൽ തങ്ങി നിന്നിട്ട് എന്താവും, അത് രക്തത്തിന്റെ ഫ്ലോ തടസ്സപ്പെടുന്നതിന് കാരണമാവും. ഈ ഒരു അവസ്ഥയാണ് എന്ത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ Okay. ഇതിനെ പ്രിവെന്റ് ചെയ്യാം. എന്താണ് അപ്പൊ ഇതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ജെനറ്റിക് ഡിസീസ് ആണ്. ജെനറ്റിക് ഡിസീസ് പ്രിവെന്റ് ചെയ്യുന്ന പഠനങ്ങളൊക്കെ എപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ലേറ്റസ്റ്റ് ചികിത്സാ രീതികളൊക്കെ ഉണ്ട് ഇതിന്. ഓക്കെ, ബട്ട് അതൊരു ജെനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് ഇത്, പക്ഷെ ഇത് അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം അല്ല, വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻസർ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തത് ക്യാൻസർ എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, സോ ഹിയർ ക്യാൻസർ അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. അപ്പൊ നമുക്കറിയാം നമ്മളെ കോശങ്ങൾ വളരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും പഴയ രീതിക്കല്ല, നമുക്ക് അനുദിനം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിലും ഓരോ വർഷങ്ങൾ കഴിയും തോറും നിങ്ങളെ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ വളർച്ച എന്ന് പറയുന്നത് കോശ വിഭജനം വഴി. കോശ വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കാണിച്ചു തരാം. ഇപ്പോ കോശ വിഭജനം ഇപ്പൊ ഇവിടെ ഇതിപ്പോ ഒരു കോശം, ഈ ഒരു കോശം വിഭജിച്ച് രണ്ടാവും, ഈ കോശം വീണ്ടും വിഭജിച്ച് 1 2 1 2, ഇങ്ങനെ ഒരു പീരിയോഡിക് ആയിട്ട് ഒരു ഓർഡറിലാണ് നമ്മളുടെ എന്ത് നടക്കുന്നത്, കോശ വിഭജനം നടക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ കോശങ്ങൾ, അതായത് നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കോശത്തിന് ഭ്രാന്ത് പിടിച്ച അവസ്ഥ എന്നൊക്കെ പറയാറുണ്ട് ഈ ക്യാൻസറിന്. അതായത് കോശങ്ങൾ വളരുന്നത് ഒരു ഓർഡറിൽ വളരുന്ന കോശങ്ങളുടെ ആ ഒരു പാറ്റേൺ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതായത് അനിയന്ത്രിതമായിട്ട് കോശങ്ങൾ വളരുന്ന ഒരു അവസ്ഥയാണെന്ത്, ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അനിയന്ത്രിതമായിട്ട് കോശങ്ങൾ വളരുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ട്യൂമർ ഫോം ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചുള്ളത്. നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ആരോ നോക്ക്. സാധാരണ കോശങ്ങൾ കാണാൻ അങ്ങനെ ഉണ്ടാവും, കണ്ടോ, നല്ല വൃത്തിക്കിന് നല്ല ഓർഡറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ക്യാൻസർ കോശങ്ങൾ നിങ്ങൾ നോക്ക്, ആ കോശത്തിന്റെ ഷേപ്പും ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ വളർന്ന് ഇതാണ് ആക്ച്വലി ട്യൂമർ ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂ. The normal cells get transformed into cancerous cell when the control system of the cell division fails. This may be due to environmental factors, smoking, radiation, അതുപോലെ തന്നെ വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഇതൊക്കെ ക്യാൻസറിന് കാരണമായിരിക്കും. അതായത് ക്യാൻസർ സാധാരണ വരുന്നത് ഒന്ന് സ്മോക്കിംഗ് ഒക്കെ ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ചില റേഡിയേഷൻസ് ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. പിന്നെ ചില വൈറസുകൾ ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് വരുന്ന പല കാരണങ്ങളും ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ക്യാൻസറിന് കാരണമാവുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള കോശ വളർച്ചയാണ് ക്യാൻസർ. ക്യാൻസറിനുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, സർജറി, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതിനുള്ള ചികിത്സകൾ. പറയൂ. ടിഷ്യൂ പറഞ്ഞുതരോ? ടിഷ്യൂ എന്ന് പറഞ്ഞാല് കോശാണ്, സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഓക്കെ, ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് സെൽസ് കമ്പൈൻ ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ, ടിഷ്യൂ എന്ന് പറയാം. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് നോൺ ആസ് കല. അതെ, കോശങ്ങള് കല. ഓക്കെ, സോ ഇതാണ് ക്യാൻസറിൻ്റെത്. ഇനി നോക്ക്, ഒന്ന് രണ്ട് ജീവിതശൈലി രോഗങ്ങൾ പറയുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. നോക്കാം ഏതൊക്കെയാന്നുള്ളത്. ഓൾമോസ്റ്റ് ഈ ഏരിയ കഴിയാറായി. നോക്ക്, സോ ഇവിടെ ജീവിതശൈലി രോഗങ്ങൾ അതിലൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രമേഹം. പ്രമേഹം എന്ന ഡയബറ്റീസ്. എങ്ങനെയായിരുന്നു ഡയബറ്റീസ്? എങ്ങനെയായിരുന്നു, നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ് ഡയബറ്റീസ്.
അതിന്റെ കാരണം എന്താണ് ഡയബറ്റീസിന്റെ? ആ ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. പിന്നെ അടുത്ത് ഫാറ്റി ലിവർ, കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനിടയാവുന്നതാണ് ഫാറ്റി ലിവർ. പക്ഷാഘാതം, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പടിഞ്ഞ് നമ്മളുടെ രക്തധമനികളുടെ വ്യാസം കുറയും. അപ്പൊ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ രക്തത്തിന് പോകാൻ ഭയങ്കര ഡിഫിക്കൽറ്റി ആവും. സോ അതാണ് എന്ത് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. അതുപോലെ തന്നെ ഹൃദയാഘാതം, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് എന്ത് ചെയ്യും? രക്തപ്രവാഹം തടസ്സപ്പെടും. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. സോ ഡയബറ്റീസ് ഈസ് ദ ഡെഫിഷ്യൻസി ഓഫ് ദ ഇൻസുലിൻ. അതുപോലെ തന്നെ ഫാറ്റി ലിവർ മീൻസ് ഡെപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ. എക്സസ് ഫാറ്റ് ലിവറിൽ പോയി ഡെപ്പോസിറ്റ് ആവുകയാണ്. അടുത്ത് സ്ട്രോക്ക് പറഞ്ഞു. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ബ്ലോക്ക് ഓഫ് ദ ബ്ലഡ് ഫ്ലോ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോവും, അതുപോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലോയും ബ്ലോക്ക് ആവും. പിന്നെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ ഡയാമീറ്റർ ഓഫ് ദ ആർട്ടറി ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ ഡെപ്പോസിഷൻ കാരണം ആർട്ടറിയുടെ ഡയാമീറ്റർ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. സോ അവിടെ പ്രഷർ കൂടും. അതാണ് ഹൈപ്പർ ടെൻഷൻ. പിന്നെയുള്ള ഹാർട്ട് അറ്റാക്ക് ആണ്. സോ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. അതായത് ഹൃദയാഘാതം എന്താണ്? കൊറോണറി ആർട്ടറികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡയബറ്റീസ് പറഞ്ഞ ഷുഗർ ആണോ? ഡയബറ്റീസ് എന്ന് പറയുന്നത് ഷുഗർ, പ്രമേഹം, ഇത് ആരാ ചോദിച്ചത്? നമ്മൾ അസുഖങ്ങൾ എടുക്കണ ക്ലാസ്സിൽ വന്നപ്പോ ഇയാൾ ഉണ്ടായിട്ടില്ല. ചോദിച്ച ആളുടെ പേരൊന്ന് കേൾക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഹോർമോണുകളൊക്കെ എടുക്കുമ്പോൾ ഈ ഷുഗർ എങ്ങനെയാണ് ഉണ്ടാവുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ല. ഈ ഷുഗർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻസുലിന്റെ അവസ്ഥ കുറയുകയാണ്. ഇൻസുലിൻ ഗ്ലൂക്കോൺ ആ ഹോർമോണിന്റെ ഒക്കെ കുറയുമ്പോഴാണ്. ഓൾമോസ്റ്റ് കഴിയാറായി. അടുത്തത് നോക്ക്, കഴിഞ്ഞു. ഈ ഒരു ടോപ്പിക് കൂടിയുള്ളൂ. ഇവിടെ നമ്മള് സ്ട്രോക്ക്, അതുപോലെ തന്നെ ലങ് ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷാഘാതം, നിക്കോട്ടിൻ വിധേയത്വം, ഇതൊക്കെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഇപ്പോൾ പുകവലിയൊക്കെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോങ്കൈറ്റിസ്, എംഫീസിമ, ശ്വാസകോശ ക്യാൻസർ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുകവലി കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മുതൽ വൈറൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, പ്രോട്ടോസോവൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഒക്കെ നോക്കി വെക്കണം കേട്ടോ. അതൊക്കെ ആ ഡിസീസും അതിന്റെ രോഗാണു, രോഗകാരി, അതൊക്കെ എന്താന്നുള്ളത്. ഇനി ഞാൻ പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. ഈ പി ഡി എഫ് ഫുള്ള് നോക്കാൻ നിൽക്കരുത്. ഇത് PDF ജസ്റ്റ് വായിച്ചിട്ട് ഇതിൽ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഒരു പേപ്പറിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ റാറ്റ് ഫീവർ, ഹൈഫൺ, ലെപ്റ്റോസ്പൈറ, അല്ലെങ്കിൽ ക്ഷയരോഗം, മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ്, ഡിഫ്തീരിയ, കൊറീനി ബാക്ടീരിയൻ ഡിഫ്തീരിയ. ആ രോഗം, രോഗകാരി, രോഗാണു, ഇനിയിപ്പോൾ കൊതുകുകളാണ് പരത്തെങ്കിൽ ആ കൊതുകിന്റെ പേരൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതൊക്കെ നിങ്ങളുടെ ഒരു ചെറിയ നോട്ട്, ഒരു പേജിൽ ഒതുങ്ങുന്ന പോലെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണ്, എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയി വരും. ഓക്കെ, തൽക്കാലം നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ നോട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക? അത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് ഓക്കെ, ബൈ ബൈ. സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറയേ. ഇപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരുമോ? അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത ഇല്ല. ബട്ട് ഷുഗർ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ചിലത് ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്, ഇല്ല എന്നല്ല. ചില കേസിൽ എന്ത് ചെയ്യും? ഷുഗർ ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഫുള്ള് ലൈവ് ആണല്ലോ, ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട്. ഷുഗർ വരാനുള്ള സാധ്യത എന്താണ്? ഞാൻ പറഞ്ഞു, ഹെറിഡിറ്ററി ആയിട്ട് ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കേസിൽ നമ്മളുടെ തെറ്റായ ഭക്ഷണക്രമം. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഒരു ഓർഡർ ഉണ്ട്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ആ ഭക്ഷണം കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? ഷുഗർ വരും. അതുകൊണ്ടാണ് ഈ ഷുഗറിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് സാധാരണ പറയുന്നത്. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ക്യാൻസർ ആണെങ്കിലോ? ക്യാൻസർ ഞാൻ പറഞ്ഞില്ലേ, ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, ചെറിയൊരു സാധ്യതയൊക്കെ ഉണ്ട് പാരമ്പര്യമായിട്ട് വരാൻ. പക്ഷെ കൂടുതൽ ഞാൻ പറഞ്ഞു, ഒന്ന് പുകവലി മൂലമൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില റേഡിയേഷന്, കെമിക്കൽസ്, രാസവസ്തുക്കളൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാൻസറിന് കാരണമാക്കുന്നത് കേട്ടോ.
ഓക്കെ, എന്തായാലും ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാൻ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഓൾ. Good night, sir. ബൈ ബൈ.